സംസ്ഥാനത്തെ ക്യാമ്പസുകളിലെ ലഹരി വ്യാപനം തടയാൻ തിരക്കിട്ട ശ്രമങ്ങളിലാണ് പോലീസ്. എറണാകുളം കാക്കനാട്ടെയും കുസാറ്റിലെയും ഹോസ്റ്റലുകളിൽ ഇന്നലെ രാത്രി റെയ്ഡ് നടത്തി. കഞ്ചാവുമായി ഒരു വിദ്യാർത്ഥി പിടിയിലായി. കൊല്ലം സ്വദേശി സെയ്ദ് അലിയാണ് പിടിയിലായത്. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വിൽപ്പന കൂട്ടുകച്ചവടമെന്ന് പോലീസ്. കളമശ്ശേരി കഞ്ചാവ് കേസിൽ റിമാൻഡിലായ പ്രതിക്കായി പോലീസ് വരും ദിവസങ്ങളിൽ കസ്റ്റഡി അപേക്ഷ നൽകും. കൊല്ലം സ്വദേശിയായ 3ാം വർഷ വിദ്യാർത്ഥിയാണ് കേസിലെ പ്രധാനിയെന്നാണ് അറസ്റ്റിലായ ആഷിഖ്, ഷാരിഖ് എന്നിവരുടെ മൊഴിയനുസരിച്ച് പോലീസ് വ്യക്തമാക്കുന്നത്. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, വലിയ ഗൗരവമുള്ളൊരു വിഷയമാണ്. നമ്മുടെ സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ, ഹോസ്റ്റലുകളിൽ ഒക്കെ ഇത്തരത്തിൽ വലിയ ലഹരി വേട്ടയുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യത്തിലാണ് എക്സൈസും പോലീസും ഒക്കെ. ഏത് രീതിയിലായിരുന്നു ഇന്നലത്തെ പരിശോധന? എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെ പോലീസ് ഇതിനു വേണ്ടിയുള്ള വലിയ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. പോളിടെക്നിക്കിലെ പരിശോധനയിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. കാരണം നേരത്തെ പ്രിൻസിപ്പൽ അടക്കം പോളിടെക്നിക്കിൽ നിന്ന് പരാതി ലഭിക്കുകയും അന്വേഷണം വേണമെന്നെല്ലാം തന്നെ പറയുകയും പോലീസിൻ്റെ ഒരു നിരീക്ഷണം അപ്പോൾ തന്നെ ഈ ഭാഗത്ത് ഉണ്ടായിരുന്നു. അത് പരിശോധനകൾക്ക് ശേഷം അവർക്ക് ലഭിച്ച വിവരങ്ങളെല്ലാം തന്നെ ആധികാരികമാണെന്ന് അവർക്ക് വ്യക്തമാകുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ഒരു സമഗ്രമായ രീതിയിലേക്ക് പരിശോധനകളിലേക്ക് പോകാൻ തീരുമാനിച്ചത്. കളമശ്ശേരിയിൽ ആദ്യഘട്ടത്തിൽ സംശയിച്ചിരുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം വലിയ രീതിയിൽ ഇവിടെ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇവർക്കിടയിലേക്കുള്ളൊരു വ്യാപനം, ഇവർക്കിടയിൽ ഒരു ചങ്ങല ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. പക്ഷെ അത് വിദ്യാർത്ഥികളിലേക്ക് ഇത്ര കണ്ട് നീങ്ങിയിട്ടുണ്ട്, ഇത്ര കണ്ട് ആഴത്തിലായിട്ടുണ്ട് എന്നുള്ളൊരു വിവരം അത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മുഴുവൻ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പരിശോധനകളിലേക്ക് അടക്കം പോകാനായിട്ട് പോലീസ് തീരുമാനിക്കുകയും ചെയ്യുന്നത്. സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ നിരീക്ഷണം കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായിരുന്നു. ഇതോടൊപ്പം ഈ ഔദ്യോഗികമായ ഈ ഹോസ്റ്റൽ സംവിധാനങ്ങളുണ്ട്. ഇതിനപ്പുറത്തേക്ക് കളമശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട്, കാരണം അവിടെ വലിയ രീതിയിൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരിടമാണ്. പ്രത്യേകിച്ച് കൊച്ചി സർവകലാശാല, അതോടൊപ്പം തന്നെ മറ്റ് ITയും പോളിടെക്നിക്കും, അതോടൊപ്പം മറ്റ് കോളേജ് സംവിധാനങ്ങളെല്ലാം തന്നെ ഈ മേഖലയിലുണ്ട്. അപ്പോൾ നിരവധിയായ ഹോസ്റ്റലുകൾ, സ്വകാര്യ ഹോസ്റ്റലുകൾ അടക്കം ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടേക്ക് കൂടി അവരുടെ ഒരു നിരീക്ഷണത്തിൻ്റെ ഒരു റഡാറിലേക്ക് ഇവയെല്ലാം എത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പോലീസ് നിശ്ചയിച്ചത്. ഇത് പ്രകാരമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധന നടത്തിയത്. കുസാറ്റ് പരിസരം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പരിശോധനയിലുണ്ടായിരുന്നത്. ഇതിൽ ചില വിവരങ്ങൾ വരുന്നത് ഇതിൽ ചില വിദ്യാർത്ഥികളിൽ നിന്ന് അതിൽ അളവിൽ കുറഞ്ഞ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി പിടിയിലായത് ഭാരത് മാതാ കോളേജിലെ വിദ്യാർത്ഥിയാണ്. ഇയാളിൽ നിന്ന് 2 ഗ്രാം കഞ്ചാവാണ് കണ്ടെടുത്തത്. പോലീസ് ഇതിൽ സ്റ്റേഷൻ ജാമ്യത്തിലടക്കം വിടാനുള്ള അത്രമാത്രമാണ് കൈവശം വെച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ കൂടി അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥയ്ക്ക് കുറവില്ല. കാരണം വിദ്യാർത്ഥികളിലേക്ക് ഈ രീതിയിലേക്കെല്ലാം തന്നെ കഞ്ചാവ് വരുന്നു, അവരുടെ കൈവശം ഇതെല്ലാം ഉണ്ട് എന്നുള്ളത് അത് ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഇത് നമുക്കറിയാം, പലപ്പോഴും ഈ പുകവലിക്കുന്ന സ്വഭാവത്തിലേക്ക് നീങ്ങുന്ന പലരും തന്നെയുണ്ട്. ഇവരുടെ കൈവശം നോക്കുമ്പോൾ ഇത്തരം ഈ സിഗരറ്റോ ബീഡിയോ എല്ലാം തന്നെ കാണുന്ന അവസ്ഥയുണ്ട്. ആ രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറുന്നു എന്നത് അങ്ങനെ അങ്ങ് ഗൗരവം കുറച്ച് കാണാൻ കഴിയുന്നൊരു അവസ്ഥയല്ല. അത് ലഹരി വസ്തുക്കൾ ഇവരുടെ കയ്യിൽ തന്നെ കൊണ്ടു നടക്കുന്നു എന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വരുന്നു. അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത്. കാരണം ഇതിൻ്റെ അളവ് സുലഭമാകുന്നു, ഇതിൻ്റെ ലഭ്യത സുലഭമാകുന്നു എന്നതാണ്. അപ്പോൾ ഇത് ഈ രീതിയിലേക്ക് വിദ്യാർത്ഥികളിലേക്ക്, അവരുടെ ഹോസ്റ്റൽ മുറികളിലേക്ക് അടക്കം എത്തുന്നു, അവരുടെ കൈകളിൽ കൊണ്ട് നടക്കാവുന്ന രീതിയിലേക്കെല്ലാം തന്നെ വരുന്നു. അതുകൊണ്ട് പരിശോധനകൾ ഇന്നലെ കർശനമായിട്ട് നടന്നു. ഇന്നലെ രാത്രിയായിരുന്നു കൂടുതൽ പരിശോധനകൾ കുസാറ്റ് പരിസരത്തെ മറ്റ് ഹോസ്റ്റലിടങ്ങളിലെല്ലാം തന്നെ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നത്. ഈ പരിശോധനകൾ തുടരാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഒപ്പം ഈ പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നവരിൽ ഇവരിൽ നിന്നെല്ലാം തന്നെ വിശദാംശങ്ങൾ എടുത്തിട്ടുണ്ട്. അവരിലേക്ക് കഞ്ചാവ് എത്തുന്ന ശൃംഖല അത് അവരെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകുന്നു. പൂർവ്വ വിദ്യാർത്ഥികൾക്കടക്കം ഇതിൽ പങ്കുണ്ട് എന്നത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ വിദ്യാർത്ഥികൾ അതിനകത്ത്, ഈ ഹോസ്റ്റൽ മുറിക്കകത്തുള്ള ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നവരെല്ലാം ഒറ്റക്കെട്ട് എന്ന രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇതിൽ ഒരു രാഷ്ട്രീയമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതിനപ്പുറം അവരൊരു ഗ്യാങ്ങായി നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നതാണ് പോലീസ് സ്ഥിരീകരിക്കുന്നത്. പിടിയിലായവരുടെ മൊഴിമടക്കമുള്ള കാര്യങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യുകയും ചെയ്യും. പൂർവ്വ വിദ്യാർത്ഥികൾക്കൊപ്പം തന്നെ കോളേജിൽ, ഈ പോളിടെക്നിക്കിൽ തന്നെ ഒരു സീനിയർ വിദ്യാർത്ഥി, 3ാം വർഷ വിദ്യാർത്ഥിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്കും കടന്നിട്ടുണ്ട്. കാരണം ഇയാളാണ് കൂടുതൽ കാര്യങ്ങൾ, പണപ്പിരിവിനടക്കമുള്ള കാര്യങ്ങൾ നേതൃത്വം നൽകുന്നത് ഇയാളാണ് എന്നതാണ് മനസ്സിലായിരിക്കുന്നത്.
ഒപ്പം കഴിഞ്ഞ ദിവസം ഇതിൽ പിടിയിലായ അറസ്റ്റ് രേഖപ്പെടുത്തിയ ആകാശിന്റെ മൊബൈലിലേക്ക് മെസ്സേജുകൾ അയക്കുകയും ഈ പരിശോധനയ്ക്ക് ശേഷം ചില മെസ്സേജുകൾ വരികയും കോൾ വരികയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഇയാളിൽ നിന്ന്. അത് ഇവിടെയുള്ള ഈ കഞ്ചാവ് സൂക്ഷിച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അത് സേഫ് ആണോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള മെസ്സേജുകളായിരുന്നു വന്നിരുന്നത്. ഇയാൾ നിലവിൽ ഒളിവിലാണ്. ഇയാൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്ത് ഈ പുക വലിക്കുന്നവരുടെ ഒരു കൂട്ടം അത് കഞ്ചാവ് വലിക്കുന്നവരിലേക്കെല്ലാം തന്നെ പതുക്കെ മാറുന്നു. ഇവരിൽ നിന്ന് പിരിവെടുക്കുകയും അതൊരു സ്ഥിരം സംവിധാനം എന്ന രീതിയിലേക്ക് ഇവർ കൊണ്ടുപോവുകയും എല്ലാം തന്നെ ചെയ്തു. ഹോസ്റ്റൽ മുറിക്കകത്ത് നിന്ന് നിരവധിയായ ബീഡിക്കെട്ടുകളെല്ലാം തന്നെ കണ്ടെടുത്തിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്ന കാര്യം ഇത് ഇവരിൽ ഒതുങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇവരത് വിൽപ്പനയ്ക്കായി മറ്റിടങ്ങളിലേക്ക് എത്തിക്കുന്നു, മറ്റ് വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്നു. ഓൺലൈനായി ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് ഓഫർ കൊടുക്കുന്നു, മറ്റേത് സാധനത്തെയും പോലെ ഓഫർ കൊടുക്കുന്നു എന്നൊക്കെയുള്ള നമ്മളെയൊക്കെ രക്ഷിതാക്കളാണ് നമ്മളെയൊക്കെ വലിയ രീതിയിൽ ആശങ്കപ്പെടുത്തുന്ന വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യം, ഇത് എവിടെ നിന്നാണ് ഈ കഞ്ചാവ് വരുന്നത് എന്നുള്ള വഴി കൂടി പോലീസ് സംഘം, അന്വേഷണ സംഘം പരിശോധിക്കുന്നില്ലേ? ഇതര സംസ്ഥാനങ്ങളിൽ നിന്നാണ് കഞ്ചാവ് അടക്കമുള്ള സാധനങ്ങൾ ഇങ്ങോട്ടേക്ക് കൂടുതലായി ഒഴുകുന്നത്. ഇതിന്റെ ഒരു വരവ് ഇത് എന്നു മുതൽ തുടങ്ങിയതാണ്? അത്തരത്തിലേക്ക് കൂടി ഈ അന്വേഷണം വ്യാപിപ്പിക്കുന്നില്ലേ? അശ്വതി, തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു. കാരണം ഈ കളമശ്ശേരി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം വളരെ വ്യാപൃതരാണ്. അവരിലേക്കെല്ലാം തന്നെ കഞ്ചാവ് എത്തുന്നു. ഇന്നലെ വരാപ്പുഴ മേഖലയിൽ നിന്ന് ഇതര സംസ്ഥാനക്കാരിൽ നിന്ന് പിടികൂടിയത് 20 കിലോ കഞ്ചാവാണ്. നമുക്കറിയാം, ആലുവ കേന്ദ്രീകരിച്ചുകൊണ്ട് ആലുവയിലേക്ക് എത്തുന്ന ഈ ഒഡീഷയിൽ നിന്നും മറ്റും എത്തുന്ന ട്രെയിനുകൾ അവിടെ പലപ്പോഴും പോലീസും റെയിൽവേ പോലീസും എല്ലാം തന്നെ സഹകരിച്ചുകൊണ്ട് കോംബോ റെയ്ഡ് എല്ലാം തന്നെ നടക്കുന്നു. എല്ലാ ദിവസവും പരിശോധന നടത്തിയാൽ അത്രയും കഞ്ചാവ് പിടികൂടുന്ന ആ രീതിയിലേക്കെല്ലാം തന്നെ അവിടെ കാര്യങ്ങൾ മാറിയിരുന്നു. ഇപ്പോൾ കുറച്ച് പരിശോധനകൾ കടുപ്പിച്ചതുകൊണ്ട് കുറച്ച് കഞ്ചാവിൻ്റെ വരവ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുകയും ചെയ്യുന്നത്. പലരും ഇവിടെ അതിഥി തൊഴിലാളികളെ ആദ്യഘട്ടത്തിലെത്തിയവർ പലരും ഇന്ന് സ്ഥിരം കടത്തുകാർ എന്ന രീതിയിലേക്കെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. സ്ത്രീകളടക്കമുള്ളവർ ഈ കഞ്ചാവ് കേസുകളിൽ പ്രതികളാവുന്നത് നിത്യസംഭവം എന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഇവരിൽ നിന്ന് തന്നെയാണ് വിദ്യാർത്ഥികളിലേക്ക് അടക്കം, കാരണം ഇവർക്കിടയിൽ ഒരു ചങ്ങലയുണ്ട്. അവർ കൃത്യമായിട്ട് തന്നെ വിദ്യാർത്ഥികളിലേക്കടക്കം ഈ കാര്യങ്ങൾ എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഇന്നലെ വരാപ്പുഴയിൽ പിടിയിലായത്. ഇതെല്ലാം തന്നെ ഈ നെക്സസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഇവരിൽ നിന്ന് തന്നെയാണ് കൂടുതലായും ഈ കഞ്ചാവ് ഇവരിലേക്ക് എത്തുന്നത് എന്ന് തന്നെയാണ് പോലീസ് അനുമാനിക്കുകയും ചെയ്യുന്നത്. വിദ്യാർത്ഥികളിലേക്ക് കൂടുതൽ പേരെ ഇതിലേക്ക് ചേർക്കുക, അവർക്ക് വിപണനം നടത്തുന്ന ഒരു ശൃംഖല ഇതിനകത്ത് ബലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതോ വാട്സപ്പ് ഗ്രൂപ്പുകളടക്കം കേന്ദ്രീകരിക്കുന്നുണ്ട്. ഹോസ്റ്റൽ മുറിക്കകത്ത് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു എന്നൊരു സംശയവും പോലീസിന് ഉണ്ട്. ഇതിലെല്ലാം തന്നെ അന്വേഷണങ്ങൾ നടത്തുന്നു. ഇതിൽ മുൻകൂറായി ബുക്ക് ചെയ്യുന്നവർക്ക് ഓഫർ പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ വിശാലമായി പോവുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിലേക്കെല്ലാം എത്തിയപ്പോൾ തന്നെയാണ് പ്രിൻസിപ്പൽ അടക്കം ഈ കത്ത് നൽകുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും പോലീസ് ഇതിൽ സമഗ്രമായ രീതിയിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട്. ഹോസ്റ്റൽ മുറിക്കകത്തേക്ക്, ക്യാമ്പസുകൾക്കകത്തേക്ക് കഞ്ചാവ് എത്തുന്നത് ഇതര സംസ്ഥാനക്കാരിൽ നിന്ന് വാങ്ങിയാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നത്. അതിൽ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു അതിൽ പലരും തന്നെ നേതൃത്വം നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിനകം തന്നെ പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണങ്ങൾ ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നു വരികയാണ്. വരും ദിവസങ്ങളിൽ ഈ പൂർവ്വ വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ സീനിയർ വിദ്യാർത്ഥികളെയും അടക്കം സംശയമുള്ള പലരെയും തന്നെ പോലീസ് ചോദ്യം ചെയ്യാനടക്കം വിളിപ്പിക്കുന്നുണ്ട്. ഇവരുടെ ഒരു പണമിടപാടടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. പലരും ഒരു ആദ്യഘട്ടത്തിൽ ഒരു കൗതുകം എന്ന രീതിയിൽ തോന്നുകയും പിന്നീട് ഇതിൻ്റെ ലഹരിക്ക് അടിപ്പെടുകയും ചെയ്യുന്നു. പിന്നീട് ഇതിൻ്റെ കച്ചവടക്കാരായി മാറുകയും ആ രീതിയിലേക്കെല്ലാം തന്നെ പലരും മാറിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധന അതിൽ ഫലം കണ്ടിട്ടുണ്ട്. കൂടുതൽ പരിശോധനകളിലേക്ക് പോലീസ് കടക്കുകയാണ്. ഡാനി, ഒരു കാര്യം കൂടി, ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഈ കുസാറ്റിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഹോസ്റ്റലുകൾക്ക് അപ്പുറത്തേക്ക് ഈ പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഈ ഹോസ്റ്റലുകളിൽ ചെറിയ രീതിയിലെങ്കിലും ഒരു നോട്ടം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ് ഇത്രയും വലിയ രീതിയിൽ കഞ്ചാവ് പിടികൂടിയത്. അപ്പോൾ ഒരു നോട്ടവും ഇല്ലാത്ത, എല്ലാ സ്വാതന്ത്ര്യങ്ങളും അനുവദിക്കുന്ന പേയിങ് ഗസ്റ്റായി താമസിക്കുന്ന അവിടെയും ഇത്തരത്തിലുള്ള പരിശോധന നടത്തിയെന്നാണോ മനസ്സിലാക്കുന്നത്?
അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. അറിയാൻ കഴിയുന്നത് തമീം എന്ന പേരുള്ള ഒരു ഹോസ്റ്റൽ ആണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തിയിട്ടുള്ളത് എന്നതാണ്. ശ്രുതി സൂചിപ്പിക്കുന്നത് പോലെ ഈ PG സംവിധാനങ്ങളെല്ലാം വന്നതോടെ പേയിങ് ഗസ്റ്റ് സംവിധാനങ്ങൾ അത് നിരവധിയായ ഇടങ്ങളിലുണ്ട്. അവിടെ കൃത്യമായ ഒരു മാനദണ്ഡങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. ചിലയിടങ്ങളിലുമുണ്ട്, നമ്മൾ അടച്ച് പറയുന്നില്ല, ചിലയിടങ്ങളിലെങ്കിലും അത്തരമൊരു സംവിധാനങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും ബാധകമല്ലാതെ പ്രവർത്തിക്കുന്ന പലയിടങ്ങളുമുണ്ട്. കാരണം പലപ്പോഴും എത്തുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരു അക്കോമഡേഷനാണ് വളരെ പെട്ടെന്ന് കിട്ടുക എന്നത്. പലപ്പോഴും ഹോസ്റ്റൽ സംവിധാനത്തിലേക്ക് മുഴുവൻ പേര് അതിനൊരു നിയതമായ ഒരു ക്രമവും കാര്യങ്ങളും എല്ലാം തന്നെ ഉള്ളതുകൊണ്ട് കുറേയെങ്കിലും ഒരു സുരക്ഷിതത്വം എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരിടമാണ് ഈ ഹോസ്റ്റൽ എന്ന് പറയുന്നത്. പക്ഷേ അതും അത്രത്തോളം സുരക്ഷിതമല്ല എന്ന് പരിശോധനയിൽ ബോധ്യപ്പെടുകയും ചെയ്തിട്ട്, പക്ഷേ എങ്കിൽ കൂടിയും പുറമേയുള്ള സംവിധാനങ്ങൾ കൂടി ഈ പോലീസിൻ്റെ പരിശോധനയിലേക്ക് അടക്കം വരേണ്ടതുണ്ട്. അത് രജിസ്റ്റർ ചെയ്തതും അല്ലാത്തതുമായ നിരവധിയായ ഹോസ്റ്റൽ സംവിധാനങ്ങളിൽ കളമശ്ശേരി മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. പലപ്പോഴും വീട് വാടകയ്ക്ക് കൊടുക്കുന്നത് ഇന്നിപ്പോൾ അതിനേക്കാൾ ലാഭകരമെന്നത് ഒരു PG അവസ്ഥ എന്ന് പോകുന്നതാണ് പലരും ചെയ്യുന്നത്. അപ്പോൾ അതിലേക്കെല്ലാം പോകുന്നത് മാനദണ്ഡങ്ങൾ അനുസരിച്ചാണോ, പോലീസിൻ്റെ ഒരു നിരീക്ഷണം അവിടെയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദ്യം ഉയരുന്നതാണ്. ഏതായാലും ഇത്തരം സംവിധാനങ്ങൾ കൂടി ഇന്നലെ പരിശോധനകളിലേക്ക് വന്നിട്ടുണ്ട് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അത് ഈ കളമശ്ശേരി കേന്ദ്രീകരിച്ച് വരുമ്പോൾ വളരെ വിശാലമായി ഒരുപാടിടങ്ങളിൽ ഈ PG സംവിധാനങ്ങളെല്ലാം തന്നെയുണ്ട്. എല്ലാം തന്നെ കയറി പരിശോധിക്കപ്പെടും. എവിടെയൊക്കെയാണ് താമസിക്കുന്നതെന്ന് പോലീസിന് പോലും വലിയ നിശ്ചയമില്ല ഈ ഹോസ്റ്റൽ പരിസരത്തിന് പുറത്തുള്ള കാര്യങ്ങൾ. എങ്കിലും പരമാവധി ഇടങ്ങളിലേക്ക് പരിശോധനകൾ എത്തിക്കുന്നു എന്ന് തന്നെയാണ്, പരിശോധനയിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അവിടങ്ങളിലാണ് ഇന്നലെ പരിശോധനകൾ നടന്നത്. കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇത് ഈ പോളിടെക്നിക്കിലെ ഹോസ്റ്റൽ മുറിയിൽ കഞ്ചാവ് കണ്ടെത്തിയ സംഭവം കൃത്യമായ ഒരു വാണിംഗ് ബെല്ലാണ്. അതനുസരിച്ച് കൊണ്ട് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ശരി, എന്തായാലും കളമശ്ശേരിയിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ട ഇന്നലെ രാത്രിയും പോലീസ് പരിശോധന നടത്തിയിരുന്നു. അതിൽ കഞ്ചാവുമായി ഒരു വിദ്യാർത്ഥി കൂടി പിടിയിലായിരിക്കുന്നു എന്ന വാർത്തയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ അന്വേഷണം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു, പരിശോധന കർശനമാക്കുന്നു. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.